ഞങ്ങൾ ടൂർ പോണ വീഡിയോ ആണ് കേട്ടോ ഇത്. എറണാകുളം ജില്ലയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ കുട്ടികളുമൊത്ത് കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇത് ഞങ്ങൾ ടൂർ 1-ാം ദിവസമാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ടൂർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ലേസിൽ പിടിച്ചേക്കുവാണ്. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിലെ ചിൽഡ്രൻസ് പാർക്കായ പ്രിയദർശിനി പാർക്കിലോട്ടാണ് കേട്ടോ. പ്രിയദർശിനി ചിൽഡ്രൻസ് പാർക്ക്. അപ്പൊ ഞങ്ങൾ ഇതിനകത്ത് പാർക്ക് ചെയ്യുന്നത് കാണിക്കുന്ന കുറച്ച് മുമ്പിൽ പോയിട്ടാണ്. കാരണം ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയി എന്ന് പറയാൻ പറ്റില്ല. സുഭാഷ് പാർക്കിന്റെ ഫ്രണ്ടാണ് പാർക്ക് ചെയ്തത്. അപ്പൊ അവരങ്ങോട്ട് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു സെക്യൂരിറ്റി വന്നിട്ട് പറഞ്ഞു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുട്ടികളുടെ പാർക്ക് ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഓപ്പൺ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. 12:30 ഇത് ഓപ്പൺ ആവും. അപ്പൊ അങ്ങനെ ഞങ്ങൾ പ്രിയദർശിനി പാർക്കിന്റെ അടുത്ത് എത്തി. അടിപൊളിയാണ് കേട്ടോ പാർക്ക്. അപ്പൊ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഞാൻ പറഞ്ഞില്ലേ സുഭാഷ് പാർക്കിന്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് കേട്ടോ ഈ കാണുന്നത്. നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഗൂഗിൾ മാപ്പിനകത്ത് പ്രിയദർശിനി ചിൽഡ്രൻസ് പാർക്ക് എന്ന് എഴുതിയിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ലൊക്കേഷൻ കാണിക്കുക. അപ്പം ഞങ്ങൾ മാപ്പ് വെച്ചിട്ടാണ് കേട്ടോ പോയത്. വണ്ടി നിർത്തി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ കൈ പിടിച്ച് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റിയ നടപ്പാതയുണ്ട്. അപ്പോൾ നടപ്പാതയിലൂടെ നമുക്ക് ചെല്ലാം. അപ്പോൾ എൻട്രൻസ് ഫീ 20 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഇതെവിടെ ടിക്കറ്റ് എടുക്കാനായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് നേരെ അകത്തേട്ട് കിടക്കാം. വേറെ ഞങ്ങളുടെ ട്രിപ്പ് കണ്ടിട്ട് ഞങ്ങൾ ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്തിട്ട് വലിയ പൈസക്കാർക്ക് പോകാൻ പറ്റിയ പാർക്കാണ് സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇതിന്റെ എൻട്രി ഫീസ് വെറും 20 രൂപയാണ്. ഇത് സാധാരണക്കാരന് കയറാൻ പറ്റുന്ന ഒരു പാർക്കാണ്. പക്ഷെ ഞങ്ങളുടെ 3 ദിവസത്തെ ട്രിപ്പിന് ഏകദേശം ഒരു 10-15,000 രൂപ ചിലവായിട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ് അടക്കം റെൻ്റായിരുന്നു. പിന്നെ ഇന്നത്തെ പെട്രോളിനൊക്കെ ഞങ്ങൾ അടിച്ചു. അങ്ങനെ ടോട്ടൽ എക്സ്പെൻസാണ് കേട്ടോ പറയണത്. ഇച്ചിരി ലാഭിഷായിപ്പോയി. എന്നാലും സംഭവം അടിപൊളിയായിരുന്നു. സ്കൂളൊക്കെ അടിച്ച് കഴിയുമ്പോൾ നമുക്ക് എറണാകുളം ജില്ലയിൽ നമ്മുടെ കേരളത്തിൽ തന്നെ കാണാൻ പറ്റിയ ഒത്തിരി സ്ഥലങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 1 അവർ ദൈർഘ്യം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് എഡിറ്റ് ചെയ്ത് കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റി 30 മിനിറ്റ്സ് ആക്കിയിട്ടുണ്ട്. കൂടാതെ കുറേ പാട്ടുകൾ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനായിട്ട് സ്പീഡ് കൂട്ടിയും ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയുക. വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ കേറണ്ടേ, അത്രേ ഉള്ളൂ. കുഞ്ഞൂസ് കേറ്, കുഞ്ഞൂസ് കുഞ്ഞൂസ് കുഞ്ഞൂസ്. കേരള അവളെ കൊണ്ട് നടക്കില്ലാന്ന് മനസ്സിലായി. കാരണം ഞങ്ങൾ അടുത്ത റൈഡിലോട്ട് കയറി. ഇത് നല്ല രസമാണ് കേട്ടോ. കുഞ്ഞു പിള്ളേർക്കൊക്കെ അടിപൊളിയാണ്. ഇതിന്റെ ഉള്ളിലുള്ള ആ ഗുഹയെക്കൂടെ ഇറങ്ങണത് അത് ഏറ്റവും സൂപ്പർ. അപ്പൊ അതിനകത്ത് റിട്ടേൺ കയറാതിരിക്കാണ്ട് ശ്രദ്ധിക്കുക. കുഞ്ഞൂസ് ഊർന്നിറങ്ങിയിട്ട് ആ പൊത്തിക്കൂടെ തന്നെ ആ ഗുഹയെക്കൂടെ തന്നെ പിന്നെ തിരിച്ചു കയറാൻ നോക്കിയപ്പോ തന്നെ അപ്പുറത്തുനിന്ന് ഒരാൾ ഓപ്പോസിറ്റ് വന്നിട്ട് ഇടിക്കാൻ നോക്കി. നമ്മൾ വിചാരിക്കും ഇവിടെ അപകടമൊന്നും ഇല്ലെന്ന്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണേ. അകത്ത് തന്നെയായിട്ട് ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട് കേട്ടോ. 50 രൂപയാണ് ഐസ്ക്രീമിന്റെ റേറ്റ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തായിട്ട് ബീച്ചിലോട്ട് നോക്കാൻ പറ്റിയ ഗ്രില്ലിട്ട ഒരു അഴികളുള്ള ഒരു മതിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അവിടെ നിന്നുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ അവിടെ പുറത്തെ ആൾക്കാര് പൈനാപ്പിൾ കട്ട് ചെയ്തത്, അതുപോലെ തണ്ണിമത്തങ്ങ കട്ട് ചെയ്ത് മുളകുപൊടി ഉപ്പ് ഇട്ടത്, അത് മുളകുപൊടി ഉപ്പ് ഇടാത്തത്, പിന്നെ മാങ്ങയ്ക്കകത്ത് മുളകുപൊടി ഉപ്പ് ഇട്ടത് എന്റെ ഫേവറേറ്റ് ഉണ്ട്. അതൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ മാങ്ങ മേടിച്ചു. പക്ഷെ അത് ആരും കഴിച്ചില്ല. കാരണം ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ തന്നെ കഴിച്ചു. തോന്നുന്ന ബാലരമ ടെ കഥാപാത്രങ്ങളൊക്കെ ഇല്ലേ, അതായത് കുട്ടൂസൻ, ഡാഗിനി, ലുട്ടാപ്പി, ഇതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. അപ്പൊ ഇവരുടെ ഈ പ്രതിമ കാണാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ പ്ലേസ് തന്നെ സെലക്ട് ചെയ്തത്. കാരണം കുട്ടിക്കാലത്ത് ഞാൻ സ്ഥിരമായിട്ട് ബാലരമ വായിക്കുമായിരുന്നു. അതുപോലെ തന്നെ സൂത്രൻ, ഷേരു, അതൊക്കെ വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ കുട്ടിക്കാലത്ത് വായിച്ചിട്ടുള്ള കഥകളിലെ കഥാപാത്രങ്ങൾ ശരിക്കും ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. അതുപോലെ തന്നെ രാജു, രാധ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു.
പാർട്ടിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് അവരൊരു സ്റ്റേജ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുട്ടൂസന്റെ വീടിന്റെ ഷേപ്പിലുള്ള ഒരു ഉണക്ക മരത്തിന്റെ ഒരു മോഡലിലാണ് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തായി നമ്മൾ കണ്ടത് ഒരു ദിനോസറാണ്. വേസ്റ്റ് കളയുന്ന സാധനത്തിൽ കുഞ്ഞുകൂട്ട എന്തെങ്കിലും ഉണ്ടോ കളയാൻ? പൈനാപ്പിൾ കളയരുത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വേസ്റ്റ് കളയണം ദിനോസർ. ഇതിനകത്തോട്ട് നമ്മൾ കുപ്പിങ് സാധനങ്ങളൊക്കെ ഇടണം. ഓക്കെ, കുഞ്ഞൂസർ അടപ്പിട്ടു, അത് അതിൻ്റെ അകത്തോട്ട് പോയി. നമുക്ക് പോയാലോ? അതെ, അച്ഛൻ അവള് ഐസ്ക്രീം മേടിക്കാൻ പോയി. ബാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. പറഞ്ഞ പോലെ തന്നെ കുഞ്ഞൂസ് അടുത്ത നിമിഷം എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അപ്പൊ അവൾ ഇറങ്ങി ഒരു ഇടവഴിയുടെ ഒരു ഗ്യാപ്പിന്റെ അതിലൂടെ ഇറങ്ങി അങ്ങ് പോവുകയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു. ഇവള് അത്ര പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി പോകുന്നു, അതിനകത്ത് കയറി ഇരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അവളൊരു പൂ വയ്ക്കാൻ പോയതായിരുന്നു. വേണ്ട വേണ്ട വേണ്ട, കുഞ്ഞൂസിനെ എടുക്കണ്ട. അച്ഛനോട് കോലെടുത്തിട്ട് വരാൻ പറ. വേണ്ട മോനെ, മോനെ നീ വലിയ അച്ഛന്ന് വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്നൊക്കെയാണ് അവള് പറയുന്നത്. അച്ഛൻ അവിടെ കോലെടുക്കണം. ആണ്ട് അത് അങ്ങോട്ട് പോയി, ചാടി ഉരുണ്ട നിലത്ത് പോയി. കോല് കഴിച്ചുമ്പോ നാക്കിന് നീല നിറം വരും കേട്ടോ. അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങള് ബാലരമ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വന്നത് പണ്ട് പ്രവർത്തനം നടന്നുകൊണ്ടിരുന്ന ഒരു സ്റ്റേഷനാണ്. അതായത് ഇതിനകത്ത് ഈ 2 ട്രെയിനും ഉണ്ട്. ഈ 2 ട്രെയിനും ഇപ്പൊ കംപ്ലൈന്റ് ആണെന്നാണ് അവർ പറയുന്നത്. അതിനകത്ത് മുതിർന്നവർക്കും കയറാനായിട്ട് പറ്റും. അവരെന്തായാലും ഇപ്പൊ ഓടിക്കുന്നില്ല. ഒരെണ്ണം പ്രവർത്തന സജ്ജമായി എന്നൊക്കെ ന്യൂസ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയത്. പക്ഷെ നിരാശയായിരുന്നു ഫലം. എന്തായാലും കുട്ടൂസന്റെ ഡാഗിനിയുടെ ഒക്കെ കൂടെ നിന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പൊ കുഞ്ഞായിക്കുട്ടൻ വേസ്റ്റ് കളയാനായിട്ട് പോവാണ്. കുഞ്ഞായിക്കുട്ടൻ വേസ്റ്റ് കളയാനായിട്ട് എന്നോട് വരാൻ പറഞ്ഞു. പക്ഷെ മൊയലിന്റെ വേസ്റ്റ് ബാസ്കറ്റിൽ ഇടാണ്ട് അവൾ അകത്തോട്ട് ദൂരേട്ട് അങ്ങോട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അവിടെ ഒരു ബാസ്കറ്റ് ഇരിപ്പുണ്ട്, അതിനകത്ത് കൊണ്ടുപോയി കളഞ്ഞിട്ട് പോകുന്നു. അതാണ് ഈ കുട്ടികൾ എന്തായിരിക്കും അടുത്ത നിമിഷം ചെയ്യുക എന്ന് നമുക്ക് വിചാരിക്കാൻ പോലും പറ്റത്തില്ല. അതാണ് കുട്ടികൾ. നമ്മളെ മുതിർന്നവരെ പോലെ അല്ലാതെ അവരുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇത്രയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഈ ലോകം വളരെ വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ അവർക്ക് ഹൈറ്റ് ഇല്ല. അപ്പൊ അവരുടെ അത്രയും സൈസിൽ നമ്മൾ നിന്നുകൊണ്ട് ഈ ലോകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബോറടി ആയിരിക്കും. അപ്പോ ഞാൻ ആ കണ്ണുകൊണ്ടാണ് ഞാൻ ഈ ലോകത്ത് നോക്കുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് അവരെ കൂടുതലുമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അവള് മുയലിന്റെ തവളയുടെ റൈഡിൽ കയറിയേക്കുവാണ്. ചൂട്ടിന് ആക്ച്വലി ഇതിനകത്ത് ഇറങ്ങാൻ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുഞ്ഞൂസ് ഇടയ്ക്ക് പുറയിലിരുന്നുണ്ടോ കുസൃതി കാണിച്ചു. അതുകൊണ്ട് അവള് കരയുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താണെങ്കിലും അവൾ അവസാനം കരച്ചിലൊക്കെ നിർത്തി അതിൻ്റെ അതോട് ഊർന്നിറങ്ങാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അവൾ നന്നായിട്ട് തന്നെ ഊർന്നിറങ്ങി. അപ്പൊ അടുത്തായിട്ട് ഞങ്ങൾക്ക് ചൂടെടുത്തോണ്ട് ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു. ഇപ്പൊ ഞങ്ങള് അച്ചൂട്ടൻ ബ്ലൂബെറി, പിന്നെ പിള്ളേര് വേറെ ഏതൊക്കെയോ ഫ്ലേവറൊക്കെയാണ് കേട്ടോ മേടിച്ചത്, ഞാൻ മറന്നുപോയി. എന്നിട്ട് പിന്നെ ഞങ്ങൾ അടുത്തായിട്ട് സൈക്കിൾ എടുത്തു. 3 പേർക്ക് ഓരോ സൈക്കിൾ എടുത്തു. അപ്പൊ 100 രൂപകളായിട്ടോ. 30 രൂപ വെച്ചിട്ടാണ് 20 മിനിറ്റ് എത്തിയിട്ട്. 3:30 വരെ ഓടിക്കാം. നമുക്ക് 3:30 വരെ സൈക്കിൾ ഓടിക്കാം. എന്തിന്? കുഞ്ഞു ചവിട്ട്. ഓക്കെ, കുഞ്ഞാക്കുട്ട സൂപ്പർ ആയിട്ട് ചവിട്ടുണ്ട്. കുഞ്ഞാക്കുട്ടാ അതിന് വലിയ ടയറൊക്കെ ഉണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് ചവിട്ടിക്കോ. ഇല്ല, ഇത് മറയില്ലാത്ത സൈക്കിൾ, അതുകൊണ്ട് വലിയ ടയറല്ലേ, അതുകൊണ്ട് മറയില്ല. ബോട്ടിങ് തുടങ്ങി തോന്നുന്നു, പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ബോട്ടിങ്ങിന്റെ ആണോ ട്രെയിനിന്റെ ആണോ? എന്തായാലും ഇപ്പൊ നോക്ക് സൗണ്ടിൽ തന്നെ സിനിമാ പാട്ടുകൾ മാറി മാറി ഇടുന്നുണ്ട്. അപ്പൊ കോപ്പിറൈറ്റ് ക്ലെയിം വരുന്ന കാരണം കൊണ്ട് ഞാനിതിന്റെ സൗണ്ടും വോയിസും മൊത്തം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുവാണ്. അപ്പൊ കാരണം നമ്മളിപ്പോ ഇതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ പാട്ടുകളുടെ ക്ലെയിം വരുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ.
ആ ചൂട്ടിന് അങ്ങനെ സൈക്കിൾ ഓട്ടാനൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ വീട്ടിലൊരു ചെറിയ സൈക്കിൾ കിടക്കുന്നത് അത് അവളെ കൊണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ചവിട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് അവൾക്ക് നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇപ്പൊ ചവിട്ടാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞായിക്കുട്ടനും ചവിട്ടുന്നുണ്ട്. അപ്പൊ പേരൻസ് എന്തായാലും ഇവരുടെ കൂടെ കുറച്ചു നേരമൊക്കെ നടക്കണം. അതിനുശേഷം നമുക്ക് റെസ്റ്റ് എടുക്കാം. കാരണം ഈ സൈക്കിൾ അങ്ങനെ മറിയത്തൊന്നുമില്ല. ഇപ്പൊ കുഞ്ഞൂസ് എടുത്തേക്കണം, അത്യാവശ്യം വലിയ സൈക്കിളാണ്. അതിന്റെ രണ്ട് സൈഡിലും സ്റ്റാൻഡ് പോലെ ഉണ്ട്. അപ്പൊ സൈഡിലോട്ട് ചെരിയത്തേ ഉള്ളൂ, മറിയത്തില്ല. അപ്പൊ കുറച്ചു നേരമൊക്കെ അവരുടെ പുറകെ കിടന്നിട്ട് ഞാൻ മടുത്തു. ഞാൻ അവിടെ എങ്ങനെ ഇരിക്കുവാണ്. പിന്നെ അവർ തന്നെ ഓടിച്ചുകൊണ്ടൊക്കെ പോവുകയാണ്. അപ്പൊ തന്നെ അവർ തിരിച്ചു വിളിച്ചിട്ട് വണ്ടി മേടിച്ചെടുത്തു. പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ പൈസ കൊടുത്തിട്ടാണ് വണ്ടി പിന്നെ ഒന്നും കൂടെ ഇതിനെ എടുത്തത്. എവിടെയോ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ. ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്തോണ്ടിരിക്കണം. നല്ല 30 രൂപ സ്പീഡിൽ 30 രൂപ ഓടിക്കുന്നത്. കൊടുത്തിട്ട്. കുഞ്ഞാക്കുട്ട ഈ സൈക്കിൾ നല്ല സേഫ്. കുഞ്ഞാക്കുട്ട ഇതിന് വലിയ ചക്ര, അത് മറിയത്തില്ല. അങ്ങനെയാണോ? ആ അതാ ചേച്ചി പറഞ്ഞ, റിവേഴ്സ് ചവിട്ടിയ വണ്ടി നിൽക്കും. പാർക്കുകളെ പോലെ വെള്ളം കൊണ്ടുപോകാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. വെള്ളം തീർന്നു കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെള്ളം മേടിക്കാനായിട്ട് കടകളൊക്കെ ഉണ്ട്. അതാരാ പോയത്? അവരുടെ സംഭാഷണമൊക്കെ ഞാനിതിന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞല്ലോ, അവിടെ ഭയങ്കര സൗണ്ടിൽ പാട്ട് വെച്ചേക്കാണ്. നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പാട്ട് വെച്ചേക്കണോണ്ട് നമുക്ക് മൈൻഡ് നല്ല റിലാക്സേഷൻ ആണ്. വാട്ടർ ബോട്ടിലൊക്കെ നമുക്ക് കൊണ്ടുവരുവാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അവരുടെ ബോട്ടിൽസ് കളയാനായിട്ട് ഇഷ്ടംപോലെ വേസ്റ്റ് ബാസ്ക്കറ്റ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് ഇടാനൊക്കെ ആയിട്ട് സാധിക്കും. എന്തായാലും ഒരു ശാന്തമായ അന്തരീക്ഷമാണ് കേട്ടോ. ഇപ്പൊ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കാണെങ്കിലും ഇവിടെ വന്നിരുന്ന് കുട്ടികളുടെ കളിയും ചിരിയൊക്കെ കാണാം. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ സുഭാഷ് പാർക്ക്, അത് മുതിർന്നവർക്ക് പറ്റിയ പാർക്കാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ അവിടെ കയറിയില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോ അവിടെയും കൂടെ ഒന്ന് കയറണം എന്നാണ് വിചാരിക്കുന്നത്. നിന്ന് വിളിച്ചിട്ട് ആ കടക്കാരുടെ കയ്യിൽ നിന്ന് ഗ്രില്ല് വഴി ഞങ്ങള് പൈനാപ്പിളും തണ്ണിമത്തങ്ങയൊക്കെ മേടിച്ചു. നമുക്ക് പാർക്കിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ളവർക്ക് അകത്തേക്ക് നമുക്ക് കൊണ്ടുതരാൻ പറ്റില്ല. അപ്പൊ ജനൽ വഴി ആണ് ഞങ്ങള് സ്നാക്സ് ഒക്കെ മേടിച്ചത്. അപ്പൊ അതിനോട് പൈസയൊക്കെ കൊടുത്തു. അപ്പൊ കൊച്ചത് എന്ന് മേടിച്ച് കഴിക്കുന്നുണ്ട് എൻ്റെ അടുത്തുനിന്ന് തണ്ണിമത്തങ്ങ എനിക്ക് അഫോർഡബിൾ ആയിട്ട് തോന്നിയില്ല. കാരണം ഒട്ടും മധുരമില്ലായിരുന്നു. കൂടാതെ 5-6 പീസ് ഉണ്ടായിരുന്നുള്ളൂ 20 റുപ്പീസിന്. പിന്നെ പൈനാപ്പിൾ നല്ല വൃത്തിയായിട്ട് എനിക്ക് തോന്നി. കാരണം നല്ല മധുരമുള്ള പൈനാപ്പിൾ ആയിരുന്നു. അതുപോലെ കുറേ അധികം പീസസ് അവർ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പൈനാപ്പിളാണ് എനിക്ക് അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിള്ളേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞങ്ങൾ തണ്ണിമത്തങ്ങയും പൈനാപ്പിളും മാങ്ങയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടല് 100 റുപ്പീസാണ് ആയുള്ളൂ. പൈനാപ്പിളും 2 തണ്ണിമത്തങ്ങയും മേടിച്ചു. പിന്നെ ഞങ്ങള് അതിലൂടെ ഇങ്ങനെ നടന്നപ്പോ എന്റെ കൂളിംഗ് ഗ്ലാസ് നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഊരിയതാണോ അത് കുട്ടികൾക്ക് ആർക്കും വെച്ചു കൊടുത്താണോ എന്ന് ഓർക്കുന്നില്ല. അപ്പോൾ ഒരു 200 റുപ്പീസ് വില വരുന്ന കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു. അത് നഷ്ടപ്പെട്ട കാരണം കൊണ്ട് പിന്നെ സൂര്യപ്രകാശത്തിന്റെ ഭയങ്കര പ്രശ്നം വന്നു. അതുകൊണ്ട് വെയിലാറുന്ന വരെ ഞങ്ങള് സൈഡിൽ ഇരിക്കുമായിരുന്നു. അപ്പൊ കൂളിംഗ് ഗ്ലാസ് എവിടെ പോയെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല. പിന്നെ പാർക്ക് ഫുൾ അരിച്ചു പെറുക്കിയൊന്നുമില്ല, അവിടെ സൈഡിൽ കുത്തിയിരുന്നു. പിന്നെ അതെ ഇവിടെ വെച്ചിട്ടാണ് കൂളിംഗ് ഗ്ലാസ് പോയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം കുഞ്ഞൂസ് ഇവിടെ നിന്നുകൊണ്ട് ആച്ചൂട്ടും ദൂരെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പൊ വെയിലായതുകൊണ്ട് കുഞ്ഞൂസ് മരത്തിന്റെ വീട്ടിൽ നിന്നുകൊണ്ട് അവളെ സൂം ചെയ്ത് ഫോട്ടോ എടുക്കുമായിരുന്നു. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, അങ്ങനെ സൂം ചെയ്ത് ഫോട്ടോ എടുക്കാതെ അവിടെ പോയി നിന്ന് എടുക്കടാന്ന് പറഞ്ഞു. അപ്പൊ വെയിലാന്ന് കുഞ്ഞൂസ് പറഞ്ഞപ്പോ അവളുടെ തലയിൽ ഞാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുത്ത പോലെ എനിക്കൊരു ഓർമ്മയുണ്ട്. അല്ലാതെ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ യാതൊരു വഴിയില്ല. എന്തായാലും സാധനം പോയി കിട്ടി. ഫ്ലിപ്കാർട്ട് വഴി മേടിച്ചായിരുന്നു. പിന്നെ ആ ചൂട്ടിന് അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബാലരമ കേവ്. അപ്പൊ അതിന്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് അവള് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുവാണ്. ആ ചൂട്ടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് ഇതാണ് കേട്ടോ, ഈ ബാലരമയുടെ കഥാപാത്രങ്ങൾ. അപ്പൊ ഞാൻ ഇവള് കുഞ്ഞിതായോണ്ട് ഇവള് ബാലരമ വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇവൾക്ക് അറിയില്ലെന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. പിന്നെയാണ് ഓർമ്മ വന്നത് യൂട്യൂബിനകത്ത് ബാലരമയുടെ സ്റ്റോറീസ്, മായാവി കഥകൾ, ലുട്ടാപ്പി കഥകളൊക്കെ വരുമ്പോ അവള് കുഞ്ഞായിരുന്നപ്പോൾ ഞാനിത് വെച്ചു കൊടുക്കാറുണ്ട്. അതുകൊണ്ടാണ് അതിനെ കണ്ടപ്പോ അവള് ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് പരിചയം തോന്നിയോണ്ടായിരിക്കാം. എന്തായാലും ഭയങ്കര രസമാണ് ഇവിടെ. തീരെ കുഞ്ഞു കുട്ടികൾ, അതായത് ഈ ആച്ചുവിന്റെയും കുഞ്ഞൂസിന്റെയും കുഞ്ഞാടൻ പ്രായമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു വണ്ടർലാ പോലെ ആയിരിക്കും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ പോക്കറ്റ് കാലിയാവുകയില്ല. അത്യാവശ്യം സ്നാക്സ് ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വരുവാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുട്ടികൾക്ക് പോകാൻ പറ്റിയൊരു പാർക്കാണ് കേട്ടോ ഇത്.
ഇപ്പൊ ഏതാ ഈ പിള്ളേരിരുന്ന് കറങ്ങുന്നതിന് 30 രൂപയുള്ളൂ. കുട്ടിനെ ഇതിനകത്ത് കയറിയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ കുഞ്ഞായി സൈക്കിൾ ഓടിക്കുകയാണ്. ഞാൻ അവരെ വിളിച്ചില്ല, കാരണം അവരുടെ ടൈം കഴിയാറായി. അപ്പൊ ഇപ്പൊ അവരിവിടെ ഒന്നൊന്ന് കണ്ടോണ്ടിരിക്കുവാന്നുണ്ടെങ്കിൽ സൈക്കിളിന്റെ ടൈം കഴിയും. അപ്പൊ അതുകൊണ്ട് അവരെ നിന്ന് ഓടിക്കുവാണ്. കുഞ്ഞായി സൈക്കിൾ ഓടിച്ചുകൊണ്ട് പോണത് ഇവിടെ നിന്നോട് ഞങ്ങൾക്ക് വാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. അത് പേടിക്കണ്ടല്ലേ, ഒട്ടും മറിയത്തില്ല. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ യൂട്യൂബിൽ നിങ്ങൾക്ക് വേറെ എങ്ങും കാണാനായിട്ട് സാധിക്കത്തില്ല. പാർക്കിന്റെ മുക്കുമൂലം മാത്രമാണ് എല്ലാവരും അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പം ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പൊ ആച്ചൂട്ടൻ ആ റൈഡിൽ കയറാൻ വേണ്ടി പോവാണ്. കംപ്ലൈന്റ് ഉള്ള റൈഡിലാണ് അവൾ ഇരുത്തിയത്. അതിന് ഒട്ടും സ്പീഡില്ലായിരുന്നു. അപ്പൊ അവൾക്കത് ഓടിക്കാൻ പറ്റണ്ടായില്ല. അപ്പൊ ഞങ്ങൾ ആ ചേട്ടനോട് സ്വിച്ചൊക്കെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ചേട്ടൻ മാറ്റി ഇരുത്തി, വേറെ റൈഡിൽ ഇരുത്തി അവളെ. അതിനകത്ത് സ്വിച്ച് വല്ലതും ഉണ്ടോ കേട്ടോ? സ്വിച്ച് ഒന്ന് പറഞ്ഞു കൊടുത്തേരെ. സ്വിച്ച് അതിന് മനസ്സിലായില്ല. പറഞ്ഞു കൊടുത്തന്നെ പിന്നെ അവള് പുലിയായിട്ട് ഓടിച്ചോ. പക്ഷെ അവക്ക് മനസ്സിലായില്ല, സ്വിച്ച് ഒന്നും മനസ്സിലായില്ല. അതാ ആച്ചു ഓടിച്ചു. ആച്ചു അതിന് സ്പീഡ് കുറവാ. ഇത് എത്ര സമയാണേ? ഓടിക്കുന്നുണ്ടോ? നീ പോയി സൈക്കിൾ ഓടിച്ചോ, എന്നിട്ട് സമയം കഴിയണ്ട. കയറുമ്പോൾ തുടങ്ങി അയാളൊരു മൊബൈൽ നോക്കി നിൽക്കൊണ്ടായിരിക്കും. അതിനകത്ത് 10 മിനിറ്റ് ആയി കഴിയുമ്പോൾ അയാൾ നിങ്ങളെ ഇറക്കി വിടും. പക്ഷെ അത് ഓരോരുത്തരുടെ ഡിപ്പെൻഡ് അനുസരിച്ചിരിക്കും കേട്ടോ. ഞങ്ങൾ ഒരു പ്രാവശ്യം ഫസ്റ്റ് ടൈം കയറിയപ്പോൾ, അതായത് ആച്ചൂട്ടിനെ കയറിയപ്പോഴാന്ന് തോന്നുന്നു, കുറെ സമയം അവർക്ക് അതിനകത്ത് ഇരിക്കാൻ പറ്റി. കാരണം ചിലപ്പോൾ അയാള് ഇറക്കൂല. കുട്ടികള് വേറെ ആരെങ്കിലും കയറാൻ വരുമ്പോഴും വരത്തിനും ചിലപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ലേഡീസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും തിരക്കില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ സമയം കറങ്ങാനായിട്ട് പറ്റും. സൈക്കിളിൽ നിന്ന് ഇറങ്ങി ഓടി. ഒരാള് സൈക്കിളിൽ 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ മേടിച്ചപ്പോ അവര് തണുപ്പതൊക്കെ വാരി കൂട്ടിയിട്ട് തരുമായിരുന്നു. അപ്പൊ കുഞ്ഞൂസിനോട് ചോദിക്കാം. കളയരുതട്ടോ, പക്ഷെ പൈസ കൊടുത്ത് മേടിച്ചല്ലേ, തിന്നോ. മേടിക്കാൻ പോയത് ഞാനാണെന്നുണ്ടായിരുന്നെങ്കിൽ അത് തിരിച്ചു കൊടുത്തിട്ട് അപ്പൊ തന്നെ അവരോട് വേറെ തരാൻ പറഞ്ഞേനെ. പക്ഷെ ഞാൻ നോക്കിയപ്പോഴത്തേനും ഹസ്ബൻഡ് അത് വായിലിട്ട് തിന്ന് നോക്കിയിട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് കച്ചറൊന്നും ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയി പറഞ്ഞു തണുത്താണെന്ന്, ടേസ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോകുന്നു. വേറെ ഒന്നും പറഞ്ഞില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പൈസ തിരിച്ചു പിടിച്ചാൽ തരേ, അതും അല്ലെങ്കിൽ വേറെ തരാൻ പറഞ്ഞേനെ. എന്തായാലും അവിടെ അത് കഴിച്ച് തീർത്തു. നല്ല വിശപ്പുണ്ടായിരുന്നോണ്ട്. അപ്പൊ അതേ കുഞ്ഞൂസിനെ അതിനകത്ത് കയറ്റുവാണ്. എന്തായാലും നമ്മൾ 3 പേരെ അതിനകത്ത് തന്നെ കയറ്റും. കാരണം ഒരാൾക്കും പാർഷ്യാലിറ്റി ഒന്നുമില്ല. കുഞ്ഞൂസിന് 18 കിലോ താഴെ ഉള്ളൂ. 25 കിലോ വരെയുള്ള കുട്ടികൾക്ക് ഇതിനകത്ത് കയറാനായിട്ട് സാധിക്കും. അവൾക്ക് 3 വയസ്സാണ്. 3 വയസ്സല്ല, കുഞ്ഞൂസിന് 8 വയസ്സാണ്. 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അതിനകത്ത് കയറാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ കുഞ്ഞൂസിനെ അവരതിനകത്ത് കയറ്റിയിരുത്തി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടോണ്ടിരിക്കുമ്പോൾ ബോറടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ റൈഡ് ഓടിക്കുന്നത് സ്പീഡിലാക്കി ഇട്ടേക്കുന്നതാണ്. ആക്ച്വലി ഇതിന് അത്ര സ്പീഡില്ല, ഭയങ്കര സ്ലോ ആണ്. നമുക്ക് കണ്ടോണ്ടിരുന്നാൽ നമുക്ക് തന്നെ ബോറടിക്കും. പക്ഷെ 10 മിനിറ്റ് ആണ് കേട്ടോ ഇതിനകത്ത് കയറിയിരുന്ന് കറങ്ങാനുള്ള സമയം.
ഏതോ ഒരു ചേച്ചി കുറേ സമയം കറക്കി വിട്ടു. അപ്പം അങ്ങ് കുറേ നേരം കറങ്ങാനായിട്ട് പറ്റി. അടുത്ത ആൾ വരുമ്പോൾ അവർ നമ്മൾ ഇറക്കി വിട്ടിട്ട് അതിനകത്തോട്ട് അടുത്ത ആളെ കയറ്റിയിരുത്തും. കാണുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം. കുട്ടികളുടെ മൈൻഡ് എന്ന് പറയുമ്പോൾ അവർ അതിനകത്ത് കയറി നിന്ന് പറക്കുന്നളി കയറി നിന്ന് ഓടിക്കുവാണല്ലോ. അപ്പൊ അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ പൈസ ഇല്ലാത്തവരും പൈസ ഉള്ളവരും എല്ലാവരും ഇതിനകത്തോട്ട് കയറുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ റൈഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ തിരിച്ചത് താറാവിന്റെ പുറത്ത് കയറാൻ വേണ്ടി വന്നിരിക്കുവാണ്. സൈക്കിൾ എന്തിയെ തിരിച്ച് മേടിച്ചോ? സമയമായി അവര് വിളിച്ചോ? അവർക്കിപ്പോ നല്ല തിരക്കുള്ള സമയം അതാ. എത്ര 20 മിനിറ്റ് ആയോ? എന്നാ കുഞ്ഞേക്കുട്ടൻ വാ അമ്മയുടെ കൂടെ, നമുക്ക് കറണ്ടേ കയറാം. കറണ്ടിന്റെ വണ്ടി കയറാം കുഞ്ഞേക്കുട്ടാ. ആണോ? അത് കഴിഞ്ഞിട്ടാണോ കറണ്ടിന്റെ വണ്ടി കയറണേ? താറാവില് കയറട്ടേന്ന്. അത് കഴിയുമ്പോ വന്നിട്ട് അമ്മയുടെ കൂടെ. എടാ എനിക്കത് ഇഷ്ടപ്പെട്ട കറണ്ടിൽ കറങ്ങണ സാധനം. എനിക്ക് കറണ്ട് കറങ്ങണ സാധനം ഇഷ്ടപ്പെട്ട. പറക്കുന്നളി പോലെ ഉണ്ട് ഇതിനെക്കിട്ടാ. സൈക്കിളൊക്കെ നമ്മൾ എല്ലായിടത്തും കാണും. എനിക്ക് സൈക്കിൾ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പറക്കുന്നളി ഇഷ്ടപ്പെട്ട. മിണ്ടാണ്ട് അവിടെ പോയി ഇരിക്കുക കുഞ്ഞേക്കുട്ട. ഇഷ്ടമുള്ള കളർ പോയി എടുത്തോ. അതിൻ്റെ അകത്ത് ഏതോ ഒരെണ്ണം സ്പീഡില്ല. മഞ്ഞ എടുത്തോ. മഞ്ഞ മഞ്ഞ നല്ലതാ. കേറിക്കോ. ത്രീ ഡേയ്സ് ട്രിപ്പാണെന്ന് പറഞ്ഞല്ലോ. ഇതിനകത്ത് ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ ലുലുമോളി പോയി ഫുഡ് മേടിച്ചിട്ട് കിടന്ന് ഉറങ്ങും. അവിടെ വരെയാണ് ഈ വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്തായിട്ട് നമ്മൾ കയറാൻ പോകുന്ന ബോട്ടിലാണ് കേട്ടോ. 5 മിനിറ്റ് എന്തായാലും കിട്ടും. കുഞ്ഞുസ് വാടാ. ഉടുപ്പിടാം നമുക്ക്. വാ, ഉടുപ്പ് അവൻ എടുത്ത് തരുമോ? പുലിയാട്ടോ. ഇത് കൊള്ളാം. വെള്ളത്തിൽ കൂടെ എന്റെ ഫോൺ വെള്ളത്തിൽ പോരുന്ന മതിയായിരുന്നു. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഞ്ഞേക്കുട്ടി എവിടെ? ആ അവിടെ ഉണ്ട്. കുഞ്ഞു പാർക്കാണെങ്കിലും സംഭവം ആട്ടോ അല്ലേ? അച്ഛക്ക് നീന്തലറിയാം. അതാ അമ്മയ്ക്കൊരു ധൈര്യം. അമ്മയ്ക്ക് കുന്തറിയാം. അതിനകത്ത് കയറിയേക്കുന്നവരോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു 10 മിനിറ്റ് എഴുതി വെച്ചാണ്. പക്ഷെ കുറെ നേരം അവര് കഴിയുമ്പോൾ അവര് വിളിച്ചോളൂ. അടുത്ത ആൾക്കാർ വരുമ്പോൾ അവര് ഓടിച്ചോടിച്ച് മടുക്കും ഒരു പുള്ളി പറയാം. അടുത്ത ആൾക്കാർ കയറാൻ വന്നിരിക്കുമ്പോൾ അവര് വിളിച്ചോളുന്നു. ഫ്രണ്ടിലിരിക്കണം ചവിട്ടണം എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ സമ്മതിച്ചില്ല. കാരണം ആ ബോട്ടിൻ്റെ അവിടെ നിൽക്കുന്ന പുള്ളി പറഞ്ഞു കൊച്ചുപിള്ളേർക്ക് ചവിട്ടാൻ പറ്റില്ല എന്ന്. അതിനാണ് അവൾ പൊതുവിട്ടിരിക്കുന്നത്. അയ്യോ സുഹൃത്തെ, ഇതെന്നെ ബ്രേക്ക് ഇട്ട് അടക്കി. ഉറങ്ങുവാണോ?
കുടുക്കക്കുഞ്ഞ് അതിന്റെ ഇടയിലുണ്ട്. പക്ഷെ എന്റെ കുഞ്ഞായിക്കൂട്ടിനെ കാണണില്ല. ആ ചേട്ടന്മാരെ കൈ കാണിച്ച് വിളിക്കുമ്പോ കൊടുക്കണം. അടുത്ത ആൾക്കാർ കയറാൻ വരുമ്പോ തന്നെ അവർക്ക് വണ്ടി വേണ്ട. ഊരണ്ടാ, അത് വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഉടുപ്പാ. ബോട്ട് റൈഡിങ്ങിന് ശേഷം ഞങ്ങൾ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പിള്ളേർ എന്ത് ചെയ്താൽ തിരിച്ചു പോകാമെന്ന് പറഞ്ഞിട്ട് കേൾക്കള്ള. ഇനി കുറച്ച് നേരം കൂടെ ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞു. കുഞ്ഞൂസും അച്ഛയും കൂടെ ബാക്കിൽ പോയി ഇരിക്കുവാണ്. ആച്ചൂട്ടനും ഊഞ്ഞാലാടുവാന്ന് തോന്നുന്നു. അല്ല ആച്ചൂട്ടൻ കേട്ട അതിനകത്ത് കയറി ഊർന്നിറങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഒരാൾ തന്നെ പോയി ഊർന്നിറങ്ങുന്നുണ്ടോ? ഈ ഊഞ്ഞാല് ആകെ ഒരെണ്ണമാണ് വേക്കൻ്റ് ഉള്ളൂ. അതുകൊണ്ടാണ് കുഞ്ഞൂസ് അവിടെ പോയി ഇരിക്കണത്. അപ്പം ഒരു കുഞ്ഞായി ആടി കഴിയുമ്പോഴാണ് ഇനി കുഞ്ഞൂസിന് ആടാനായിട്ട് പറ്റുള്ളൂ. കാരണം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആടണമെന്ന് വിചാരിച്ച് നടക്കില്ല. കാരണം പാർക്കിൽ വേറെയും കുട്ടികളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ദേ ഇപ്പോൾ കുഞ്ഞൂസ് ആടുവാണ്. പക്ഷെ കുഞ്ഞൂസിൻ്റെ മുഖം വാടിയിരിക്കണത്. എന്തോ അവളെ കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മുഖം വാടിയിരിക്കണത്. കുഞ്ഞൂസെ ഒന്ന് ചിരിക്കും കുഞ്ഞൂസെ എന്ന് പറയും. അങ്ങനെ പറയുമ്പോഴത്തേനും അവൾ പിന്നെ മുഖം വാടിയിരിക്കുവാണ്. എന്തായാലും ഇപ്പോൾ 3 പേർക്ക് ഊഞ്ഞാലിട്ടിട്ടുണ്ട്. എല്ലാവരും എണീച്ച് പോയി. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി ഇരുന്നുകൊണ്ട് ആടുവാണ്. പക്ഷെ നമുക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. കാരണം കുട്ടികൾക്ക് മാത്രമാണ് ഇതിനകത്ത് കയറാൻ പറ്റുള്ളൂ. 3 പേരും കൂടി വലിച്ചു പിടിച്ചിട്ടുണ്ട് ആടിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളെ, അമ്മയ്ക്ക് വിശക്കുണ്ട്, നമുക്ക് പോവാം. ഒരു രക്ഷയില്ല. അവർ ആട്ടം തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വയറ്റിൽ നിന്ന് കാറ്റ് വന്നു തുടങ്ങി. അമ്മാതിരി വിശക്കുന്നുണ്ട്. അപ്പോൾ പോയി ഒരു സോഡ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആകെ ഇനിയിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്, ഞങ്ങൾ കഴിക്കാതായിട്ടുള്ളത് സോഡയാണ്. കളർ സോഡ ഇവിടെ അവൈലബിൾ ആണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സോഡ കുടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഊഞ്ഞാലിനെ എണീപ്പിച്ചിട്ട് വേണം ഇനി കുടിക്കാനായിട്ട്. സൈക്കിള് തിരിച്ചു കൊണ്ടുപോയി കൊടുക്കാൻ. അത് വൈകുന്നേരം ആയതുകൊണ്ടേ സൈക്കിളിന് നല്ല ഓട്ടം. അതാണ് സൈക്കിള് തിരിച്ചേൽപ്പിക്കാൻ പറയണേ. അങ്ങനെ ഞങ്ങൾ പ്ലാനറ്റ് സോഡ കുടിക്കാൻ വേണ്ടി വന്നു. അത് 30 രൂപ അങ്ങോട്ട് വെച്ചിട്ടാണ് കേട്ടോ അതിൻ്റെ ചാർജ്. ഞാനെല്ലാം മേടിച്ചു. അപ്പോൾ ഇതിനകത്ത് ഇപ്പം എൻ്റെ എല്ലിങ്ങനെ മുന്തിരി എന്നൊക്കെ പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഞാനത് എങ്ങനെ കളയണോ കുടിക്കണോ എന്ന് ആലോചിച്ചിരിക്കുകയാണ്. പിന്നെ അടുത്തായിട്ട് ചൂട്ടനൊക്കെ മെറിൻഡയുടെ മേടിച്ചു. ഓറഞ്ച് ഫ്ലേവർ. പിന്നെ വേറെ എന്തൊക്കെയോ മേടിച്ച് കുടിക്കാനുള്ളത്. ഇവരാരും കുടിച്ചില്ല. ഞാൻ കുറച്ച് കുടിച്ചിട്ട് പറയാം. ആ കുഞ്ഞായി അച്ചുമ അവിടെ കയറണുണ്ടോ? അവരോട് കയറാൻ പറയും. ഇത് നടക്കണ സ്റ്റെപ്പാ, തനത്താറ് നടക്കണ സ്റ്റെപ്പാ. പക്ഷെ എനിക്ക് അതിനകത്ത് കയറാൻ പേടിയാ. ചുമ്മാ ബാ, നമുക്ക് ഇതിലൂടെ കയറി. വേണ്ട, ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. ഞങ്ങൾ ഫുഡ് മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചൊന്നുമില്ല. ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നു. ഈ റൂം ഞങ്ങൾ ജസ്റ്റ് ലാസ്റ്റ് മിനിറ്റിൽ പർച്ചേസ് ചെയ്ത റൂമാണ് കേട്ടോ. ഇത് 1000 രൂപയാണ് ഇതിന് റെൻറ്റ്. AC റൂമാണ്. അത്യാവശ്യം ചൂടുവെള്ളം, കുട്ടികൾക്ക് കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ TV ഉണ്ട്. TV ഞാൻ ഓൺ ചെയ്യാൻ നോക്കി, പക്ഷെ ഓണാക്കിയില്ല. പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പിള്ളേർക്ക് എടുത്തു കൊടുത്തു. അപ്പോൾ അവർക്ക് ഓരോ ലെഗ് പീസ് കൊടുത്തിട്ട് ഞാൻ കുളിക്കാനായിട്ട് പോയി. ഞങ്ങൾ മേടിച്ചിട്ടുള്ളത് ഫ്രൈഡ് ചിക്കനും പിന്നെ ഒരു ഫുള്ള് കോഴി മേടിച്ചിട്ടുണ്ട്. അത് മറ്റേ മീഡിയം സ്പൈസി മലബാർ ചിക്കനാണ്. അവിടെ മീഡിയം സ്പൈസി മലബാർ ഗ്രിൽഡ് ചിക്കന് 300 രൂപ 330 രൂപയൊക്കെ ഉള്ളൂ. അടിപൊളിയാണ് കേട്ടോ. എടാ മറ്റേ അൽഫഹാം മറ്റേ ഗ്രിൽഡ് ചിക്കൻ. എടാ മയോണൈസ് മുക്കി തിന്നടാ. അത് നല്ല മയോണൈസാ. പക്ഷെ മറ്റേ ഇവിടുത്തെ മയോണൈസ് അല്ല, ലുലുവിൽ 2 ഫ്ലേവറിലുള്ള മയോണൈസ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞാക്ക് മയോണൈസ് പേടിയാണ്. പണ്ടൊരിക്കൽ അങ്ങോട്ട് ഫുഡ് പോയ്സൺ വന്നുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഓറഞ്ച് കളറുള്ള മയോണൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ കുറേ സാലഡും ഒക്കെ വലിച്ചു കോരി എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സെക്കൻഡ് ഡേ ഇവിടെ തുടങ്ങുവാണ്. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ബൈ.